നമസ്കാരം. ബിഗ് ബോസ് സീസൺ 7ൻ്റെ ലൈവ് അപ്ഡേറ്റ്സിലേക്ക്. ഇപ്പോൾ ലൈവിൽ അനുമോൾക്ക് ബേസിക് മര്യാദ പോലും ഇല്ല. അതുകൊണ്ട് തന്നെ കിച്ചൺ ക്യാപ്റ്റനെയും ഹൗസ് ക്യാപ്റ്റനെയും ഒട്ടും ബഹുമാനമില്ലാത്ത രീതിയിലാണ് പെരുമാറുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്തിട്ടും അതിനെ ന്യായീകരിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു കുറ്റപ്പെടുത്തുന്ന അനീഷിനെയാണ് കാണിക്കുന്നത്. ഇങ്ങനെയൊക്കെ അനീഷ് പറയാനുണ്ടായ സാഹചര്യം ഇതാണ്. ഇത്രയും ടൈമായിട്ടും ഹൗസിൽ ഫുഡായിട്ടില്ല. അപ്പോൾ അനുമോൾ വിശന്നപ്പോൾ ഒരു ക്യാരറ്റ് എടുത്ത് കഴിച്ചു. ക്യാരറ്റ് കഴിച്ചതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഹൗസിൽ നടക്കുന്ന വാക്തർക്കങ്ങൾ. അനീഷ് മാത്രമല്ല, ഹൗസിലെ ഓരോ മത്സരാർത്ഥികളും അനുമോളെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അടുക്കളയിൽ കയറിയ അനുമോളോട് പ്രവീണ് കിച്ചണിൽ നിന്ന് ഇറങ്ങിപ്പോകാനാണ് പറയുന്നത്. ആദ്യം ചപ്പാത്തി കട്ടു, ഇപ്പം ക്യാരറ്റ് കട്ടു, അങ്ങനെ എന്തൊക്കെ കട്ടിട്ടുണ്ടാവും എന്ന് ജിസയിൽ പറയുന്നുണ്ട്. അതിൽ ആര്യനും കൂടെയുണ്ട്. നിവിൻ പറയുന്നത് പല ജീവിതങ്ങളും കണ്ടിട്ടുണ്ട്, ഇങ്ങനെയൊരു ജീവിതം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്നാണ്. അഭിലാഷിൻ്റെ അഭിപ്രായത്തിൽ പുതിയ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു കാര്യം ചെയ്തത് എന്നാണ്. അതേപോലെ തന്നെ അക്ബർ പറയുന്നത് നാളെ ജയിൽ നോമിനേഷനാണ്, ജയിലിൽ പോകാൻ വേണ്ടി മനഃപൂർവ്വം കണ്ടന്റിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ അനുമോൾ ചെയ്യുന്നത് എന്ന്. അപ്പോഴും അനീഷ് ആവർത്തിച്ച് പറയുന്നുണ്ട് അനുമോൾ ചെയ്തത് തെറ്റ് തന്നെയാണ്, ബേസിക് മര്യാദ പോലും ഇല്ലാത്തതാണ് അനുമോളുടെ ഈ പ്രവൃത്തി. അഭിലാഷ് പറയുന്നത് ഇതുപോലൊരു കള്ളീനെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് വിശന്നിട്ടല്ലേ ക്യാരറ്റ് എടുത്ത് കഴിച്ചത് എന്ന്. അത് മറ്റുള്ളവർക്കും ബാധകമല്ലേ, ഇതിന് അധികാരമില്ല എന്ന് അഭിലാഷും കൂടെ പ്രവീണും പറയുന്നുണ്ട്. എന്തായാലും ഒരു പേര് കൂടെ അനുമോൾക്ക് കിട്ടിക്കഴിഞ്ഞു. ചപ്പാത്തി കള്ളിക്ക് ശേഷം ക്യാരറ്റ് കള്ളി. ഇവർക്ക് എല്ലാവർക്കും കൂടെ ഒരൊറ്റ മറുപടിയാണ് അനുമോൾ കൊടുക്കുന്നത്. സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടി അനുമോൾക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. 11 വർഷം മുമ്പേ അനുമോൾ ഇതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ വെറുതെ കുറ്റിയടിച്ച് ഇരിക്കാൻ വേണ്ടിയിട്ടുമല്ല ഇവിടെ വന്നത്, കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ്. വെറുതെ ഇരുന്നാൽ വല്ലതും പറ്റും, പോയി വല്ല കണ്ടന്റ് ഉണ്ടാക്കാനോ പണിയെടുക്കാനോ നോക്കടാ എന്ന് അക്ബറിനോട് അനുമോൾ പറയുന്നുണ്ട്. എന്തായാലും ഓരോ തർക്കങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹൗസിലെ മറ്റ് വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.